നമസ്കാരം. ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു 100 പേരിൽ ഒരു 50 പേരെടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് ഈ പ്രശ്നമുണ്ട്. വേറൊന്നുമല്ല, വിഷാദ രോഗം. പണ്ടൊക്കെ ഡിപ്രഷൻ എന്നൊക്കെ പറയുമ്പോൾ ഏതാണ്ട് ഭയങ്കരമായിട്ടുള്ള പേടിപ്പെടുത്തുന്ന അസുഖമൊക്കെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരോട് ചോദിച്ചാലും അവർക്കൊക്കെ ഡിപ്രഷനാണ്, ഇൻക്ലൂഡിങ് മീ. അപ്പോൾ ഡിപ്രഷൻ എന്താണ്, വിഷാദ രോഗം, അത് എങ്ങനെ നമുക്ക് ചികിത്സിക്കാമെന്നുള്ള കാര്യങ്ങളൊക്കെ, ചികിത്സയെക്കുറിച്ചല്ല കൂടുതലും ഞാൻ ഇതിലേക്ക് കുറച്ച് ലക്ഷണങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് പറയണം. ആ ലക്ഷണങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓർപ്പിച്ചോ, നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. ഇപ്പം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ പെട്ടുപോകും. എനിക്കൊക്കെ ഈ ഒരു പ്രശ്നം കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം എന്താണ്, ഞാൻ എത്രത്തോളം ഫേസ് ചെയ്തു എന്നുള്ള സാധനം. അപ്പോൾ ഇതിലേക്കുള്ള റീസൺസ്, ഈ ഒരു വിഷാദ രോഗം വരാനുള്ള മെയിൻ റീസൺസ് എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ. നമ്മൾ വിവാഹം ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നമ്മുടെ ഫാമിലി ഇഷ്യൂസ്, നമ്മുടെ ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങൾ, പ്രശ്നങ്ങൾ, ഓവർ റെസ്പോൺസിബിലിറ്റീസ്, കമ്മിറ്റ്മെൻറ്റ്സ്, അതൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ തലച്ചോറ് ചൂട് പിടിക്കും. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട്, ഇപ്പോൾ പണ്ടത്തെ അച്ഛനമ്മമാരെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് 12-13 പിള്ളേരൊക്കെ കാണും. അവരൊക്കെ ഒരു സൈഡിൽ കൂടെ അങ്ങ് ജീവിച്ചു പോകും. അവർക്ക് പ്രത്യേകിച്ച് ടെൻഷൻസ് കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അങ്ങ് ജീവിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പം നാനോ കുടുംബങ്ങളാണ് കൂടുതൽ. ഒരു കുട്ടി അല്ലെങ്കിൽ 2 കുട്ടിയൊക്കെ കാണത്തുള്ളൂ. പക്ഷേ നമ്മൾ ആ പിള്ളേരുടെ കാര്യത്തിൽ അടിക്കാൻ പോകുന്ന ടെൻഷൻ, എന്തുമാത്രം ടെൻഷൻ അടിക്കില്ല. ആ പിള്ളേരാണെങ്കിലും ഇപ്പോഴത്തെ ജനറേഷനിൽ കൂടുതൽ അവർക്ക് ആവശ്യങ്ങൾ കൂടും. എനിക്കത് വേണം, ഇത് വേണം എന്നുള്ള സാധനം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ കുട്ടികളുടെ കാര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ കുട്ടികളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഓവർ റെസ്പോൺസിബിലിറ്റീസ് തലയിൽ വയ്ക്കും. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ടെൻഷൻസും കാര്യങ്ങളൊക്കെ വിവാഹം ചെയ്ത ആളുകൾക്ക് വരാറുണ്ട്. വിവാഹം ചെയ്യാത്തവരാണ്, കുട്ടികളാണെന്നുണ്ടെങ്കിൽ, സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ, നമ്മുടെ തലയിൽ പൊങ്ങാത്ത രീതിയിലുള്ള സിലബസ് എത്ര പഠിച്ചാലും പണ്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം കുറച്ചും കൂടി കോമ്പറ്റീഷൻ കൂടി, ഭയങ്കരമായിട്ട് കോമ്പറ്റീഷൻ കൂടി. നമ്മൾ നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിച്ചാൽ മാത്രമേ ജോലി കിട്ടത്തുള്ളൂ. ഞാൻ ഭയങ്കര ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തി എന്നല്ല. പക്ഷേ ഞാൻ ദുബായിലും കാര്യങ്ങളൊക്കെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇംഗ്ലീഷ് പുറം രാജ്യങ്ങളിലൊക്കെ എത്രത്തോളം അത്യാവശ്യമായിട്ടുള്ളൊരു മീഡിയം ലാംഗ്വേജ് ആണെന്നുള്ളത് എനിക്ക് നല്ലപോലെ അറിയാം. അത് അറിയാത്തത് കൊണ്ട് ഞാൻ പലയിടത്തും പെട്ടുപോയിട്ടുണ്ട്, സംസാരിക്കാൻ പറ്റാതെ. നമ്മൾ എത്ര ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും അത് പ്രാക്ടീസ് ഇല്ലെങ്കിലും പലപ്പോഴും നമുക്ക് എന്താ പ്രശ്നം, നമുക്ക് ആരെങ്കിലും കളിയാക്കുമോ എന്നുള്ളൊരു പേടി കാരണം സംസാരിക്കാതിരിക്കും. ഇതിപ്പം പട്ടിയൊട്ട് പുല്ല് തിന്നുമല്ല, പശുവിനെ കൊണ്ട് തീറ്റിപ്പിക്കില്ല എന്ന് പറയുന്ന പോലെയാണ് കുറേ ആളുകൾ. അവരോട്ട് ഇംഗ്ലീഷ് പറയില്ല, പറയുന്നവരോട്ട് ഭയങ്കരമായിട്ട് കളിയാക്കുകയും ചെയ്യും എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു വന്ന വിഷയം വേറെ സ്ഥലത്തേക്കൊക്കെ പോയി, എന്നാൽ പോലും ഞാൻ നേരെ തിരിച്ച റൂട്ടിലേക്ക് വരാം. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ജോലി നേടിയെടുക്കണം, അപ്പം നല്ല സ്കോർ ചെയ്യണം, എക്സാമിന് സ്കോർ ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ കുട്ടിക്കാലത്തെ പാരൻസ് ഇങ്ങനെ ഇൻജെക്റ്റ് ചെയ്യണം. ലൈക്ക് നീ ഇപ്പോഴേ പഠിച്ച് അത്രയും പൊസിഷനിലെത്തണം, ഇത്രയും പൊസിഷനിലെത്തണം. ഭയങ്കരമായിട്ടുള്ള എല്ലാ മാതാപിതാക്കൾക്കും ഉണ്ടാവും അല്ലേ, മക്കൾ ഇങ്ങനെയാവണം അങ്ങനെയാവണമെന്ന് എല്ലാവരുടെയും ഉണ്ട്. ഇപ്പം ഞാനൊരു പാരൻ്റായി എനിക്കും ഉണ്ടാവും ആഗ്രഹം, എൻ്റെ കൊച്ച് എന്നെപ്പോലെ ആവരുത്, എൻ്റെ കുറച്ചുകൂടി നന്നായിട്ട് പഠിച്ച് നല്ല പൊസിഷനിൽ എത്തണം എന്നൊക്കെ ചിന്തിക്കുന്ന എല്ലാ അമ്മമാരും അങ്ങനെയായിരിക്കും, അച്ഛന്മാരും അങ്ങനെയായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ കുട്ടികളിലേക്കും പ്രഷർ ഭയങ്കരമായിട്ടങ്ങ് ചെലുത്താൻ തുടങ്ങും പഠിക്കുന്ന കാര്യത്തിൽ. അപ്പം അങ്ങനെ കുട്ടികൾക്ക് ഈ ഭാരം താങ്ങാൻ പറ്റാതെ വിഷാദ രോഗത്തിലേക്ക് മെല്ലെ 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 മൂവായിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, പഠിക്കണം. എനിക്ക് എൻ്റെ അമ്മ എങ്ങനെയായിരുന്നു കേട്ടോ, ഞാൻ പഠിക്കാൻ ബുക്ക് എടുക്കുമ്പം അമ്മ പറയും പോയിരുന്ന് പഠിക്കുക. അപ്പം നമുക്കിങ്ങ് ദേഷ്യം വരും. എനിക്ക് തോന്നുന്നു എല്ലാ വീട്ടിലും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ വീട്ടിലുണ്ടാകുന്ന വഴക്കുകൾ, ഇപ്പം അച്ഛനും അമ്മയും വഴക്കാണെന്നുണ്ടെങ്കിൽ പിള്ളേരുടെ മനസ്സമാധാനം പോകും അല്ലേ. അപ്പം നമ്മൾ ഏതെങ്കിലും, ചിലപ്പം നമ്മൾ അച്ഛനും അമ്മയിൽ ചിലപ്പോൾ അമ്മ ഭയങ്കര പാവമായിരിക്കും, അച്ഛൻ കുറച്ച് പ്രശ്നക്കാരനായിരിക്കും. അത് മിക്ക വീട്ടിലുള്ള പ്രശ്നമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, വീട്ടിൽ ഫൈറ്റ് വരും. അപ്പോൾ കുട്ടികളത് ഭയങ്കരമായിട്ട് ബാധിക്കും. അതുപോലെ കല്യാണം കഴിഞ്ഞ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ കാര്യം വിട്, കല്യാണം കഴിഞ്ഞ് മെച്യൂർഡായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ വീട്ടിലെ ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടാകുന്ന വഴക്കുകൾ. അപ്പോൾ പണ്ട് മുതൽ കേൾക്കുന്നൊരു കാര്യമാണ്, വിവാഹമായി അഡ്ജസ്റ്റ് ചെയ്യണം, പെൺകുട്ടികൾ അഡ്ജസ്റ്റ് ചെയ്യണം. ശരിയാണ്, പെൺകുട്ടികളും മാത്രമല്ല ആൺകുട്ടികളും അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമേ നല്ല വിവാഹ ബന്ധം ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് ഒരു പേര് മാത്രം അഡ്ജസ്റ്റ് ചെയ്ത് എത്ര നാൾ അഡ്ജസ്റ്റ് ചെയ്യും? അഡ്ജസ്റ്റ് ചെയ്ത് ഒരു പോയിന്റിൽ എത്തുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് ബോംബ് പൊട്ടിത്തെറിക്കണ പോലെ അത് പൊട്ടിത്തെറിക്കും.
അത് അപ്പോൾ അതിനൊക്കെ ഏറ്റവും നല്ലത് എന്താ, നമുക്ക് ഒരു ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ അത് മാന്യമായ ഭാഷയിൽ പറയുക, പാർട്ട്ണറെടുത്ത് തുറന്ന് സംസാരിക്കുക എന്നുള്ളൊരു മെയിൻ ഫാക്ടറാണ്. അപ്പം അത് പറയാതെ നമ്മളിങ്ങനെ ഉള്ളിൽ കുത്തി കയറ്റും, കുത്തി 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 വയ്ക്കും. അപ്പോൾ എന്ത് ചെയ്യും, നമുക്കിങ്ങനെ ടെൻഷൻ അടിച്ച് ഇപ്പം ഡിപ്രഷനിലേക്ക് പോകും. പിന്നെ ലവ് ഫെയിലിയർ ഇപ്പം എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്. പ്രേമം, ഇഷ്ടം, അത് മനുഷ്യ ഹോർമോണാണ്. ഒരു ആണിനൊരു പെണ്ണിനോട് അട്രാക്റ്റഡ് ആവും, പെണ്ണൊരാണിനോട് അട്രാക്റ്റഡ് ആവും, പ്രകൃതിപരമായിട്ടുള്ള കാര്യങ്ങളിൽ. അപ്പോൾ എന്ത് ചെയ്യും, പ്രണയം വരും. അതിൽ ഒരു പാർട്ട്ണർ ചീറ്ററാണെങ്കിൽ തീർന്നു. അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന സാധനം നമ്മുടെ ഓപ്പോസിറ്റ് പാർട്ട്ണറിൽ നിന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ തന്നെ പ്രശ്നങ്ങളായി, ടെൻഷനായി, സംശയങ്ങളായി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഈ പറയുന്ന വിഷാദ രോഗങ്ങളിലേക്ക് പോകും. പിന്നെ ഏറ്റവും വലിയൊരു അൾട്ടിമേറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞത് പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ടെൻഷൻ കുറയും കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കുക, നമുക്ക് പൈസ ഉണ്ടെങ്കിൽ കുറേ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, ഇപ്പോൾ ഒരു അസുഖം വന്നാൽ, ഇപ്പോൾ ഹെൽത്ത് ഒരു മെയിൻ ഫാക്ടറാണ് അല്ലേ. അസുഖം വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പനി വന്നാൽ ഒരു മരുന്ന് വാങ്ങണമെങ്കിൽ കാശ് വേണം. വിശക്കുമ്പം ഭക്ഷണം കഴിക്കണമെങ്കിൽ കാശ് വേണം. ഇപ്പം എല്ലാത്തിനും കാശ് വേണം. ഇപ്പോൾ കാശ് ഒന്നുമല്ല ജീവിതം എന്ന് പറഞ്ഞാൽ പോലും കാശ് ഒരു മെയിൻ ഫാക്ടർ തന്നെയാണ്. ഇപ്പോൾ ആരൊക്കെ എന്തൊക്കെ തർക്കിച്ചാലും എല്ലാവരും എന്തിൻ്റെ പുറകെ ഓടുന്നേ, പൈസയുടെ പുറകെ. കാരണം എന്താ, അത് ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ പിന്നെ ഇതുപോലെ തന്നെ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ അത് നമ്മൾ ഇപ്പോഴത്തെ ഒരു ജനറേഷനിലാണ് കൂടുതൽ വരുന്നത്. കാരണം അവരുടെ ഫുഡ് റൂട്ടീൻ എല്ലാം ചേഞ്ച് ആയല്ലേ. ഇപ്പം ജങ്ക് ഫുഡ്സും കാര്യങ്ങളൊക്കെയാണ് ഒത്തിരി വരുന്നത്. അപ്പോൾ അങ്ങനെ കുറേ റീസൺസ് ഉണ്ട്. പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിൽക്കില്ല, അത്രമാത്രം റീസൺസ് ഉണ്ട്. ഓവർ തിങ്കിങ്, ഞാനൊക്കെ ഓവർ തിങ്കിങ്ങിനാണ്. അപ്പോൾ ഒരു ആളെന്നെ 2 ദിവസം വിളിച്ചില്ലെങ്കിൽ എനിക്ക് തോന്നും, ഞാൻ എപ്പോഴും ഇത് പറയും, എനിക്ക് വൃത്തിയായിട്ട സ്വഭാവമായിട്ടത്. ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞാൽ വളരെ വൃത്തിയായിട്ട സ്വഭാവമാണ്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യം അത് മാറ്റണം എന്നുള്ളത്. അപ്പോൾ എനിക്ക് തന്നെ ചിന്തിക്കും, അത് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുമോ അവരടുത്ത്, അവർക്ക് എന്തായിരിക്കും എൻ്റെ അടുത്ത് താല്പര്യം പോയോ. അപ്പോൾ അത് ഫ്രണ്ട്ഷിപ്പായിരിക്കും. അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യത്തിൽ പോലും ഈ ധാരാളം പണികൾ എനിക്കൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഭയങ്കര ക്ലോസ് ആയിട്ട് ഞാൻ അവരെ എല്ലാ കാര്യങ്ങളിലും ഹെൽപ്പ് ചെയ്യും. ഒരാവശ്യമില്ലാണ്ട് ആൾക്കാർ പറയും, ആൾക്കാർ മീൻസ് എൻ്റെ വേറെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ പറയും, വേണ്ട നീ ആവശ്യമില്ലാതെ വേറെ കാര്യങ്ങൾക്ക് പോകണ്ട, നീ ഓവറായിട്ട് ആരെയും ട്രസ്റ്റ് ചെയ്യരുത്. പക്ഷെ ഞാൻ എന്ത് ചെയ്യും, അവരാരെങ്കിലും വിഷമിക്കുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ജീവിതം പണയം വെച്ചിട്ട് ഞാൻ അവർക്ക് ഓരോ സഹായം ചെയ്ത് കൊടുക്കും. അവസാനം ഈ പാമ്പിന് പാലൂട്ടി വളർത്തുക എന്നൊക്കെ പറയുന്ന പോലെ തിരിച്ചിട്ട് 2 കൊത്ത് കിട്ടുമ്പോഴാണ് എനിക്ക് ബോധം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാനങ്ങനെ ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പം എനിക്ക് ആകെ ഉള്ളൊരു ഫ്രണ്ട് എന്ന് പറയാൻ എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പം സൈഡിൽ കൂടെ അങ്ങ് ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് കൊണ്ടുപോകണം. അവരെന്തെങ്കിലും ചെയ്തോട്ടെ, നമ്മളത് ബാധിക്കുന്നില്ല എന്ന രീതിയിൽ. പക്ഷേ എൻ്റെയൊക്കെ സ്വഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ മോശമായിട്ട് എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കും, തിരുത്താൻ നോക്കും. അപ്പോൾ എന്ത് ചെയ്യും, അവർക്ക് ഇഷ്ടാവില്ല, പിന്നെ അടിയായി, കൂട്ടത്തല്ലായി, പിന്നെ ആ ഒരു റിലേഷൻ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് അങ്ങ് പോയി കിട്ടും. അപ്പം അതുകൊണ്ട് തന്നെ അത്തരം പരിപാടികൾക്കൊന്നും പോവില്ല, വയ്യ, മടുത്ത്. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ അങ്ങനെ കുറേ റീസൺസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഡിപ്രഷൻ വരുമ്പോൾ നമുക്ക് വരുന്ന മെയിൻ കാര്യങ്ങൾ, ഇപ്പോൾ റീസൺസാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ ലക്ഷണങ്ങൾ, ഡിപ്രഷനിലേക്ക് നമ്മൾ മുഖം കുത്തി പോവുകയാണെന്നുള്ളതിൻ്റെ ഉള്ള ലക്ഷണങ്ങൾ ഞാൻ പറയാം. ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ ഉറക്കം ഭയങ്കരമായിട്ട് കുറയും. ഈ ഓവർ തിങ്കിങ് ഉള്ളവർക്കുള്ളൊരു മെയിൻ പ്രശ്നം ഉറക്കം ഉണ്ടാവില്ല. ഇങ്ങനെ ചിന്തിച്ച് 2 മണി 3 മണി വരെയൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും, ഉറക്കമില്ലാതെ ഇങ്ങനെ പോകും. ചിലവർക്കാണെങ്കിൽ ഈ ഡിപ്രഷനുള്ളവർക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഉറങ്ങും. എത്ര ഉറങ്ങിയാലും, അതായത് ശരീരത്തിന് റെസ്റ്റ് വേണം എന്നുള്ളൊരു സാധനം ശരീരം തന്നെ നമുക്കൊരു സിഗ്നൽ തരും. അപ്പോൾ എന്ത് ചെയ്യും, ശരീരം ഭയങ്കരമായിട്ട് ഷട്ട് ഡൗൺ ചെയ്യാൻ നോക്കും ബോഡി. അപ്പോൾ ഷട്ട് ഡൗൺ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഉറക്കം വരും, ഭയങ്കരമായിട്ട് ഉറക്കം വരും. അപ്പോൾ എനിക്ക് ഈ 2 പ്രശ്നം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഉറക്കവും കൂടുതലായിട്ടും ഉണ്ടായിട്ടുണ്ട്, ഉറക്കം വരായ്മ ഉണ്ടായിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണം. ചിലവർക്ക് ഭക്ഷണത്തോട് ഭയങ്കരമായിട്ട് ആർത്തി കൂടും. വിഷമം അല്ലെങ്കിൽ സങ്കടമൊക്കെ വരുമ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എനിക്കൊരു പെറ്റ് ഡോഗ് ഉണ്ടായിരുന്നു, ജിഞ്ചിലി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആൾ മരിച്ചു പോയപ്പോഴത്തേക്ക് ഞാനങ്ങ് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. കഴിച്ച് നല്ല തടിച്ച് ഞാൻ. അപ്പോൾ അതൊരു ഡിപ്രഷൻ്റെ പാർട്ടാണ്. ഒത്തിരി നമുക്കിങ്ങനെ നമ്മുടെ ശരീരം
അതിൽ നിന്ന് മറികടക്കാൻ കാണുന്ന വേറൊരു വഴി എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കുക. ചിലവർക്കാണെങ്കിൽ ഫുഡ് കഴിക്കാൻ തോന്നില്ല. ഈ ഫുഡ് കഴിക്കാൻ തോന്നാത്തതിൻ്റെ ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഈ ലവ് ഫെയിലിയർ സംഭവം വഴിയുള്ള ഡിപ്രഷനാണെന്നുണ്ടെങ്കിൽ എന്തേതാ ഫുഡ് ഇറങ്ങത്തില്ല. അപ്പോൾ എല്ലാവർക്കും ഇപ്പം ഞാൻ പറയുന്നതായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളവർക്ക് കാര്യം മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഒരു സാധനം ഫുഡ് റിലേറ്റഡ്. പിന്നെ നമുക്ക് എല്ലാവരോടും ദേഷ്യം തോന്നും. ഒരു കാര്യമില്ലാണ്ട് ദേഷ്യം തോന്നും. അച്ഛനോട്, അമ്മയോട്, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറോട്. എന്തുകൊണ്ടാണ് ദേഷ്യം വരുന്നത്? നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളോട്, നമ്മുടെ ഫ്രസ്ട്രേഷൻസിനോട് നമ്മുടെ ബോഡി തിരിച്ച് ഫൈറ്റ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഇമോഷൻ ചേഞ്ച്. ചിലർക്ക് ദേഷ്യത്തിന് പകരം തൊട്ടതിന് പിടിച്ചതിന് സങ്കടം വരും. ഞാനിതുപോലെ തന്നെ ദുബായിൽ നിന്ന് ഇപ്പോൾ ബിഗ് ബോസിൽ ഞാൻ തൊട്ടതിന് പിടിച്ചത് ഭയങ്കര ഇമോഷണലായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ ദുബായിൽ നിന്ന് വന്ന സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് ഫെഡപ്പായിരുന്നു. ലൈഫ് അത്രയും എന്നെ പഠിപ്പിച്ചു. അപ്പോൾ ആ സമയത്താണ് ഞാൻ ബിഗ് ബോസിലേക്ക് കയറുന്നത്. അപ്പോൾ ആകെ തകർന്ന് തരിപ്പണായിരിക്കണ സമയത്താണ്. അപ്പോൾ ആ സമയത്തും ഞാൻ പ്രതീക്ഷിച്ച ഒരു സാധനമല്ല. കാരണം അവിടെ നിന്ന് എനിക്ക് കിട്ടിയതും ഭയങ്കര നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസസ് ആയിരുന്നു. അപ്പോൾ എൻ്റെ അവിടെ തന്നെയുള്ള ഫസ്റ്റ് വഴക്കെന്ന് പറഞ്ഞാൽ ഞാൻ കൈകെട്ടി സംസാരിച്ച് കഴിഞ്ഞ് ആൾക്കാർ, അവിടെയുള്ള വേറെ കണ്ടസ്റ്റൻസ് തെറ്റിദ്ധരിച്ചിട്ട് എന്നെ എല്ലാവരും കൂടി അലക്കി. അപ്പോൾ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തിരിച്ച് പറഞ്ഞ് സംസാരിച്ച് അടി ഉണ്ടാക്കി വിജയിക്കുക എന്നുള്ളൊരു കഴിവ് കുറവാണ്. അപ്പോൾ ഞാൻ മാറി അങ്ങ് പോകും. ചിലപ്പോൾ എൻ്റെ ശരീരം ഇതിനെ റിയാക്ട് ചെയ്യുന്നത് കരച്ചിൽ വന്നിട്ടായിരിക്കും, കരഞ്ഞിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സംഭവം. അപ്പോൾ അങ്ങനെ ഉള്ള ഇമോഷൻസ് ചേഞ്ച്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ചിലർക്ക് റീഡിങ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലർക്ക് മൂവി കാണുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇൻട്രസ്റ്റിംഗ് ഹോബീസിലോട് നമുക്ക് താല്പര്യം കുറയും. ഇപ്പം ഞാനൊരു സമയത്ത് ഭയങ്കരമായിട്ട് മൂവീസും വെബ് സീരീസിൻ്റെ ഒക്കെ ആളാണ്. ഞാൻ ഭയങ്കരമായിട്ട് കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് ഈ ഡിപ്രഷൻ്റെ പ്രശ്നങ്ങൾ വന്ന സമയത്ത് എനിക്കിതിനോടൊക്കെ താല്പര്യം കുറയും. ഞാൻ TV ഓൺ ചെയ്യും, വേറെ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കും, ഒന്നിനും താല്പര്യമില്ല. ഞാൻ മൂവീസ് ഇങ്ങനെ മാറിയിടും. ഒരു മൂവി ഇടും, ഇൻട്രസ്റ്റ് തോന്നില്ല, 10 മിനിറ്റ് കഴിയുമ്പോൾ മാറ്റും, വേറെ മൂവി ഇടും. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളോടുള്ള താല്പര്യം. പിന്നെ വരുന്നൊരു സാധനം, നമ്മുടെ ശരീരം കുറേ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. അത് ശരീരത്തിൽ പിമ്പിൾസ് ആയിട്ട് വരും, അല്ലെങ്കിൽ ഹെയർ ഫോളിങ്, അങ്ങനെയുള്ള കുറേ വൃത്തികെട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരം കാണിച്ചു തുടങ്ങും. ഒരു പെണ്ണിന് ഇഷ്ടമില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് സ്കിന്ന് നശിച്ചു പോകുന്നത്. അതൊക്കെ നമ്മുടെ നമുക്ക് സ്കിൻ കെയർ ചെയ്യാൻ താല്പര്യം തോന്നില്ല. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളോടുള്ള താല്പര്യം കുറയുമ്പോൾ നമ്മുടെ സ്കിൻ കെയറും താല്പര്യം കുറയും. അത് മാത്രമല്ല, നമുക്ക് ഈ ചിന്തിക്കുമ്പോൾ സ്ട്രെസ്സ് വരുമ്പോഴത്തേക്ക് ഈ ഹോർമോൺ വേരിയേഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പം നമ്മുടെ ശരീരത്തിൽ ഇതുപോലെ തന്നെ ഓരോരോ കാര്യങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങും. ഇല്ലാത്ത അസുഖങ്ങളൊക്കെ നമുക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ വരും. ഇപ്പോൾ ലവ് ഫെയിലിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഡിപ്രഷനിലേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഇതിൽ ഏറ്റവും വലിയ ഇപ്പോൾ സിഗ്മ മെയിൽ അല്ലെങ്കിൽ സിഗ്മ ഫീമെയിൽ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരോടുള്ള ട്രസ്റ്റ് അങ്ങ് പോകും. ഇപ്പോൾ ഒരാൾ നമ്മളെ ചതിച്ചു, ഇനിയും നമുക്ക് കിട്ടുന്ന സാധനം അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലേക്ക് വരുന്ന പുതിയൊരാളും ഇതുപോലെ ആയിരിക്കും എന്നുള്ളൊരു തോട്ട് നമ്മുടെ സ്വന്തമായിട്ട് നമ്മളിങ്ങനെ ചിന്തിക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് പുതുതായിട്ടെന്നല്ല ബാക്കിയുള്ള നമ്മുടെ ഓപ്പോസിറ്റ് സെക്സിനോട് നമുക്ക് ഭയങ്കരമായിട്ട് വെറുപ്പ് തോന്നും. ഇപ്പോൾ ആണുങ്ങൾക്കാണെങ്കിൽ പെണ്ണുങ്ങൾക്കാണെങ്കിൽ ആണുങ്ങളോട് ഭയങ്കരമായിട്ട് വെറുപ്പ് തോന്നും. ഇവരൊക്കെ ചതിയന്മാരാണ്, ചതിച്ചികളാണെന്നുള്ളൊരു തോട്ട് നമ്മളിലേക്ക് കയറും. അങ്ങനെയാണ് പലപ്പോഴും ഈ നമ്മൾ കണ്ടിട്ടുണ്ട് പലരും ഇങ്ങനെ ആണുങ്ങൾ പെണ്ണുങ്ങളെ കുറ്റം പറയുന്നു, പെണ്ണുങ്ങൾ ആണുങ്ങളെ കുറ്റം പറയുന്നു. അതിൻ്റെയൊക്കെ ഒരു റീസൺ ഇതാണ്. നമുക്ക് ഈ ഫ്രസ്ട്രേഷൻസ് വരും. നമ്മുടെ ലൈഫിലുണ്ടാകുന്ന ചില എക്സ്പീരിയൻസസ് നമുക്കത് ഫ്രസ്ട്രേഷൻസ് ആയിട്ട് മാറും. പിന്നെ ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. എൻ്റെ ജീവിതത്തിലൊരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഞാൻ കുട്ടിക്കാലത്ത് എൻ്റെ കുറച്ച് പഴയ ഡ്രസ്സുകൾ അമ്മ ഇങ്ങനെ വേറെ തീരെ ഇല്ലാത്ത കുട്ടികൾക്കൊക്കെ കൊടുക്കുമായിരുന്നു. അപ്പം ഞാനൊരു ദിവസം സ്കൂളിൽ ചെന്ന സമയത്ത് കോടനാട് പഠിക്കുന്നത്, ഞാനത് ബുക്കിൽ എഴുതിയിട്ടുണ്ട്. കോടനാട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു കുട്ടി എൻ്റെ ഒരു പഴയ ഉടുപ്പിട്ടിട്ട് അതിൽ കൂടെ നടന്നു പോകണു. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ആളാവാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ കുട്ടിയെ വിളിച്ചിട്ട് എൻ്റെ കൂട്ടുകാരികളുടെ മുമ്പിൽ വെച്ചിട്ട് വെച്ചു, ഈ ഉടുപ്പ് എൻ്റെ ഉടുപ്പല്ലേ, എൻ്റെ ഡ്രസ്സല്ലേ എന്ന് ചോദിച്ചു. ഉടുപ്പല്ലേ എന്ന് ചോദിച്ചു. ഡ്രസ്സൊന്നുമല്ല, ഉടുപ്പല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ആ കൊച്ചിങ്ങനെ കൂട്ടുകാരികളിങ്ങനെ ഒരുമാതിരി പുച്ഛഭാവത്തിലെ കൊച്ചിനെ നോക്കുക. അപ്പോൾ ആ കൊച്ചിങ്ങനെ മുഖം കുനിച്ചിട്ട് അതെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇവരുടെ അടുത്ത് ഞാൻ ഭയങ്കരമായിട്ട് അഭിമാനത്തോടെ തലയൊക്കെ ഉയർത്തിപ്പിടിച്ച്
കണ്ടില്ലേ എന്നുള്ള രീതിയിൽ ഞാൻ വലിയ സ്റ്റാറൊക്കെ ആയിട്ട് അങ്ങ് പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് അമ്മയുടെ അടുത്ത് വലിയ കാര്യമായിട്ട് പറഞ്ഞപ്പോൾ അമ്മ എന്നെ നല്ല വഴക്ക് പറഞ്ഞു. നല്ല വഴക്കെന്ന് പറഞ്ഞാൽ നല്ല വഴക്ക് പറഞ്ഞു. വഴക്ക് പറഞ്ഞിട്ട് അമ്മ പറഞ്ഞു, നീ ചെയ്തത് മോളെ ഏറ്റവും വൃത്തികെട്ട കാര്യമാണ്. കാരണം ഇപ്പം നീ ചെയ്തതിന് ആ കൊച്ച് ജീവിതകാലം മുഴുവൻ ആ കൊച്ചിൻ്റെ മനസ്സിൽ കിടക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു 3ാം ക്ലാസ്സിലും മറ്റും ഞാൻ പഠിക്കുക. എന്നിട്ട് ആ അമ്മ എന്നെ കൊണ്ടുപോയിട്ട് ആ കുട്ടിയുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്നെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചിട്ട് ആ കുട്ടിയെ കെട്ടിപ്പിടിപ്പിച്ചു. അപ്പം എനിക്ക് അന്ന് ഞാൻ പഠിച്ചൊരു പാഠമാണ് എന്ത്, ഒരാളെയും അനാവശ്യമായിട്ട് കളിയാക്കരുത്, അവരുടെ ഇല്ലായ്മയെ നമ്മൾ കളിയാക്കരുത് എന്നുള്ള സാധനം. അപ്പം അങ്ങനെ അത് എൻ്റെ അമ്മ പഠിപ്പിച്ചു തന്നില്ലായിരുന്നെങ്കിൽ എനിക്കത് പഠിക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഈ സോഷ്യൽ മീഡിയ തുറക്കാൻ വയ്യ. സോഷ്യൽ മീഡിയയിലൊക്കെ കുഞ്ഞു പിള്ളേർ 7, 6, 5 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് പിള്ളേർ സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങിക്കുകയാണ്. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിട്ട് ഒരു ബിഗ് ബോസ് റിലേറ്റഡ് തന്നെ ഒരു പെങ്കൊച്ച്, ബിഗ് ബോസ് അല്ല കേട്ടോ, ഈ ഇടയ്ക്ക് ഇന്ന് ഒരു പെങ്കൊച്ച് മരിച്ചുപോയി. അപ്പോൾ ആ കുട്ടി എങ്ങനെ മരിച്ചു എന്നറിയില്ല. കുറേ പേര് സൈബർ ബുള്ളിങ്ങിൻ്റെ പേരിൽ. അപ്പോൾ ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. പക്ഷേ എനിക്കത് ആ കുട്ടിയുടെ ശരിക്കുള്ള മരണകാരണം അറിയാത്തതുകൊണ്ട് ഞാൻ ആ പോസ്റ്റ് പിൻവലിച്ചു. നമുക്കറിയാത്ത കാര്യം നമ്മൾ ഫുള്ളായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത് തെറ്റാണല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ആ പോസ്റ്റ് പിൻവലിച്ചു. അപ്പോൾ കുറേ സൈബർ അറ്റാക്കും കാര്യങ്ങളും ആ കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ പഴയ പോസ്റ്റും കമൻസിലൊക്കെ ഞാൻ കണ്ടു. കുറേ സാധനങ്ങൾ ആ കുട്ടിക്ക് ഉണ്ടായിരുന്ന സാധനം വെച്ചാൽ കുട്ടിക്ക് ഒരു അഫെയർ ഉണ്ടായിരുന്നു. അത് ബ്രേക്കപ്പ് ആയപ്പോഴത്തേക്ക് പെണ്ണ് തേപ്പുകാരി എന്നുള്ളൊരു സാധനം പണ്ട് മുതലേ കലാകാലമായിട്ടുള്ളൊരു സാധനമാണ്. ഇപ്പോഴും പെണ്ണുങ്ങൾക്കാണ്. നമ്മൾ പെണ്ണുങ്ങളുടെ കാര്യം എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് വുമൺ കാർഡ് എന്നുള്ള രീതിയിൽ നമ്മളെല്ലാവരോട് കടിച്ച് കീറാൻ വരും. പക്ഷേ ചില കാര്യങ്ങളിലൊക്കെ സത്യമാണ്. ഈ പറഞ്ഞു വന്നത് ഈ പെങ്കൊച്ചിനെ വളരെ മോശമായിട്ടൊരു പെൺകുട്ടി കമൻ്റ് ഇട്ടേക്കുക. നേരത്തെ ഇട്ട കമൻ്റാണ്. അപ്പോൾ വേഗം താഴെ ഒരു കൊച്ച്, എനിക്ക് തോന്നുന്നു ഒരു 7, 8, 9 വയസ്സ് 10 വയസ്സ് താഴെയുള്ളൊരു കൊച്ച്, ചെറിയ കുട്ടി. ഞാൻ പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോൾ വളരെ ചെറിയ കുട്ടി. അപ്പോൾ ആ കൊച്ചിൻ്റെ കമൻറ്റിൻ്റെ താഴെ വേറൊരു കൊച്ച് മെസ്സേജ് അയച്ചു, സന്തോഷമായില്ല, ഇപ്പം ആ കുട്ടി ഇല്ല, ജീവിതത്തിൽ മരിച്ചു പോയെന്ന്. അപ്പോൾ വേഗം ആ പെങ്കൊച്ച് ഇട്ട റിപ്ലൈ എന്താണെന്നറിയോ? ഇപ്പോൾ ഷോക്കായിപ്പോൾ ഈ സമൂഹം എങ്ങോട്ടേക്കാണ് പോണേന്ന് ഓർത്തിട്ട്. ആ പെൺകുട്ടി ഇട്ടേക്കുന്ന മെസ്സേജ് അത് ഞാൻ എന്തുവാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കും. ഒരു പെങ്കൊച്ച് മരിച്ചിട്ട് ആ പെങ്കൊച്ച് തിരിച്ച് റിപ്ലൈ ഇട്ടേക്കുക ഞാൻ എന്തുവാണെന്ന്. അപ്പോൾ എങ്ങനെയാണല്ലേ നമ്മൾ ഈ പഴയ ആൾക്കാരും എല്ലാം കണക്കാ. ഞാൻ പറയാം, എല്ലാവരിലും ഇനിയുള്ള സമൂഹം എന്ന് പറയുന്നത് എൻ്റെ പൊന്നെ ജീവിക്കാൻ പറ്റില്ല, അത്ര മോശം സമൂഹമാണ്. അപ്പോൾ ഈ പറയുന്ന ഡിപ്രഷനും ഫ്രസ്ട്രേഷൻസും ഒക്കെ അവർ സോഷ്യൽ മീഡിയയിൽ ഓരോന്ന് തീർത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ കുട്ടികൾ എന്തുകൊണ്ട് അങ്ങനെ ആവണേ? അവർക്ക് പാരൻസ് പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ട്. എൻ്റെ പാരൻ്റ് എൻ്റെ സമയത്ത് തിരുത്തിയത് കൊണ്ട് ഞാൻ ആ പാഠം പഠിച്ചു. ഒരാളെയും മോശമായിട്ട് ബോഡി ഷെയിമിങ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അവരുടെ കുറവിനെ മോശം പറയാൻ പാടില്ല എന്നുള്ളത്. പക്ഷേ എല്ലാ അമ്മമാരും അച്ഛന്മാരും അത് ചെയ്യില്ല. അവരെന്ത് ചെയ്യും? അവർ തിരുത്തില്ല, സമയത്ത് തിരുത്തില്ല. അതെങ്ങനെയാണ്? ഞാൻ ഓർക്കുന്നുണ്ടോ, ഒരു സ്വന്തം മക്കളുടെ ഫോട്ടോ വെച്ചിട്ട് ആ അക്കൗണ്ടിൽ വന്നിട്ട് വൃത്തികേടുകൾ പറയുന്ന ഒത്തിരി അമ്മമാരെയും അച്ഛന്മാരും ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഷോക്കായി തോന്നി. അപ്പോൾ ഇവർക്ക് വളർന്നു വരുന്ന കുട്ടികൾ ഇതുപോലെ തന്നെ ആയിരിക്കും. അത് യാതൊരു മാറ്റമില്ല. നമ്മുടെ വീട്ടിൽ കാണുന്നതാണ് നമ്മൾ പുറത്തും ചെയ്യുന്നത്, അല്ലേ? നമ്മൾ വീട്ടിൽ എങ്ങനെ നമ്മൾ സംസാരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരാളെ ട്രീറ്റ് ചെയ്യുന്നുള്ളത് തന്നെയാണ് പുറത്തും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അമ്മമാരും അച്ഛന്മാരും ഒരാളെ കളിയാക്കുന്നുണ്ടെങ്കിൽ കുട്ടികൾ ഇത് കണ്ടുകൊണ്ട് വരിക, അല്ലേ? അവർ കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ അച്ഛനും അമ്മയ്ക്കും ആവാം, എന്നാൽ പിന്നെ എനിക്ക് എന്തുകൊണ്ട് ആയിക്കൂടാ? കാരണം നമ്മുടെ കുട്ടിക്കാലത്ത് തൊട്ട് അച്ഛനും അമ്മമാരുമാണ് അവരുടെ റോൾ മോഡൽസ്, അല്ലേ? അപ്പോൾ ഈ റോൾ മോഡൽസിന് എന്തും ചെയ്യാന്ന് പറയുമ്പോൾ കുട്ടികൾക്കൊരു ധാരണ വരും, എന്നപ്പോൾ അത് തെറ്റൊന്നുമല്ല, എനിക്കും അങ്ങനെ ചെയ്യാം. അപ്പം അങ്ങനത്തെ ഒരു സമൂഹമാണ് വളർന്നു വന്നിട്ടിരുന്നത്. അപ്പോൾ ഈ കുട്ടികളൊക്കെ ഫ്രസ്ട്രേഷനിലേക്ക് പോകും ഭാവിയിൽ. ഇതുപോലെ തന്നെ കമ്പാരിസൺസും കാര്യങ്ങളും എല്ലാം ഈ നെഗറ്റീവ് മൈൻഡ് കൂടുന്നതനുസരിച്ചിട്ട് നമുക്ക് ഈ വിഷാദ രോഗത്തിലേക്ക് നമ്മുടെ മനസ്സും ശരീരവും മാറും. നമുക്ക് എന്ത് കിട്ടിയാലും നമുക്ക് മതിയാവില്ല, എന്ത് കിട്ടിയാലും നമുക്ക് തൃപ്തി ഉണ്ടാവില്ല. പക്ഷെ തൃപ്തി വരും. എന്തിനാണെന്നറിയോ? ബാക്കിയുള്ളവരുടെ പതനം കാണുമ്പോൾ നമുക്ക് ഭയങ്കര തൃപ്തി തോന്നും. അങ്ങനത്തെ ഒരു സമൂഹത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്,
അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഈ വിഷാദ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ. ഈ ലാസ്റ്റത്തെ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് സാധനം. എല്ലാവരോടും വെറുപ്പ് തോന്നുക, എല്ലാവരോടും അറപ്പ് തോന്നുക, ഞാൻ മാത്രം പെർഫെക്റ്റ് എന്നുള്ളൊരു സാധനം തോന്നുക. ഇതൊക്കെ നിങ്ങളിലേക്ക് ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോ, നിങ്ങൾ പോകുന്ന വഴി കറക്റ്റല്ല. നിങ്ങൾക്ക് എന്തായാലും തിരിച്ചൊരു സാധനം നിങ്ങളുടെ ശരീരത്തിൻ്റെ പ്രശ്നം വരും. അപ്പോൾ ഈ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പലരും സൂയിസൈഡ് മെൻറ്റാലിറ്റിയിലേക്ക് പോകും. കിട്ടുന്നതൊന്നും തൃപ്തിയാവാതെ വരുമ്പോഴത്തേക്ക് സൂയിസൈഡ് മെൻറ്റാലിറ്റി. ചിലവർക്ക് ശരീരത്തിന് അസ്വസ്ഥതകളുണ്ടാവും, ഡിസ്നെസ് ഉണ്ടാവും, ഹാർട്ട് പെയിൻ ഉണ്ടാവും, അറ്റാക്ക് വരെ ചാൻസ് ഉണ്ട്. സ്ട്രെസ്സ് കൊണ്ടുവന്നിട്ട് അറ്റാക്ക് വരെ, അല്ലേ? അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ ലൈഫ് സ്പാനൊക്കെ ഷോർട്ടാവും. അപ്പോൾ അങ്ങനെ കുറേ ലക്ഷണങ്ങളും കാരണങ്ങളും ഒക്കെ ഉണ്ട്. ഇതിന് റിക്കവർ ചെയ്യാൻ എന്താ ചെയ്യുക? റിക്കവർ ചെയ്യണമെങ്കിൽ അതിഭയങ്കരമായിട്ട് നിങ്ങൾ തകർന്നിരിക്കുകയാണ്, സൂയിസൈഡ് മെൻറ്റാലിറ്റിയിൽ നിൽക്കുന്ന ഒരു സ്റ്റേജാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വൈദ്യസഹായം തേടുക. ഒരു സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ഡോക്ടറെ കാണുന്നതോ നിങ്ങൾ യാതൊരു നാണക്കേടും വിചാരിക്കേണ്ട. മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഇപ്പോൾ ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്കൊരു സൂയിസൈഡ് തോട്ട് ഇപ്പോൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വേറെ ഇപ്പം ഞാൻ പറയുന്ന അല്ലറ ചില്ലറ കാര്യങ്ങളൊന്നും ചെയ്യാതെ നേരെ വൈദ്യസഹായം നേടുക, അല്ലേ? വൈദ്യസഹായം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പോകുന്ന സ്റ്റേജ് ഭയങ്കര മോശമായിരിക്കും. പേടിപ്പിക്കുന്നതല്ല, കാരണം ഞാൻ ആ സ്റ്റേജൊക്കെ കവർ ചെയ്ത് വന്നതുകൊണ്ട് എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുന്നതാണ്. അല്ല, ഇപ്പം സ്റ്റാർട്ടിംഗ് ആണ്, കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ട സാധനം ഓവർ തിങ്കിങ് ഒഴിവാക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, അതിലുള്ള ഇൻട്രസ്റ്റ് കുറയുമെന്ന് ഞാൻ പറയല്ലോ, പക്ഷെ അത് ഇൻട്രസ്റ്റ് കുറയാൻ നിങ്ങൾ അനുവദിക്കാതിരിക്കുക. അപ്പം നിങ്ങൾക്കങ്ങനെ ഇൻട്രസ്റ്റ് കുറയുന്നൊരു ഫാക്ടർ അല്ലെങ്കിൽ ഒരു ഉണ്ടാവുകയാണെങ്കിൽ, ഇപ്പം എനിക്കിപ്പം സിനിമ കാണാൻ ഇഷ്ടമല്ല എന്ന് തോന്നുന്ന സമയം വന്നു, അല്ലേ? അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സാധനം വിട്ടിട്ട് ഞാൻ വേറൊരു സാധനത്തിലേക്ക് കയറി പിടിച്ചു. ഓക്കെ, ഇപ്പം ഒരു സാധനം സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക, സിനിമ കാണുക. അപ്പോൾ എനിക്കിഷ്ടമുള്ള വേറൊരു സാധനം ഗെയിം ചെയ്യുക. ഗെയിമിങ് ഞാൻ പണ്ട് കളിക്കുക, പക്ഷെ പിന്നെ ഇടക്കാലത്ത് നിന്നിരുന്നു. അപ്പം ഞാൻ ഗെയിമിങ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ മൈൻഡ് മാറാൻ തുടങ്ങി. അപ്പം നമ്മൾ ഈ ഡിപ്രഷൻ പ്രശ്നങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം ചിന്തിക്കുമ്പോഴാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുക നോക്കുക. നമ്മൾ പണ്ട് തന്നെ ഒരു പഴഞ്ചൊല്ലുണ്ട്, എന്താ പറയണ, അലസനായിട്ടിരിക്കുന്ന ആളിൻ്റെ മനസ്സ്, പഴഞ്ചൊല്ലാണോ അതോ എന്തെങ്കിലും ബൈബിൾ വചനാണോ എന്ന് എനിക്കറിയില്ല, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അലസനായിട്ടിരിക്കുന്ന മനസ്സ്, ഒരാളുടെ മനസ്സെന്ന് പറയുന്നത് ചെകുത്താൻ്റെ പണിപ്പുരയാണ്, അല്ലേ? സത്യമാണ്, അതങ്ങനെയാണ്. അപ്പം നമ്മൾ എപ്പോഴും ആക്റ്റീവാകാൻ നോക്കുക. നമുക്കിപ്പം ഫ്രണ്ട്സ് വിളിക്കുന്നു, അവരുടെ അടുത്ത് പോകാൻ തോന്നും. നമുക്കിപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾ, ഡിപ്രഷൻ ഇഷ്യൂസ് വരുമ്പോൾ നമുക്ക് പോകാൻ തോന്നില്ല. പക്ഷെ നമ്മളെന്ത് ചെയ്യണം? നമ്മളത് മുൻകൈ എടുത്ത് പോയേ പറ്റൂ. ഞാൻ അങ്ങനെയായിരുന്നു, എനിക്ക് പോകാൻ തോന്നില്ലായിരുന്നു ഫ്രണ്ട്സ് വിളിച്ചിട്ടുണ്ടെങ്കിൽ, ആ സമയത്തുള്ള ഫ്രണ്ട്സ് വിളിച്ചിട്ടുണ്ടെങ്കിൽ. ഇപ്പം എനിക്ക് അങ്ങനെ ഫ്രണ്ട്സും കാര്യങ്ങളൊന്നുമില്ല അധികം. അപ്പോൾ ആ സമയത്ത് ഞാൻ പോവില്ല, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ മാറിപ്പോവും. എൻ്റെ റൂമിൽ ഞാൻ ഒതുങ്ങിക്കൂടും. അപ്പോൾ എന്ത് ചെയ്യും? കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ കൂടുതൽ കാര്യങ്ങളിലേക്ക്, ഇപ്പം നല്ല ഫ്രണ്ട്സൊക്കെയാണ്, ഇപ്പോൾ എനിക്ക് നല്ല ഫ്രണ്ട്സിനെ കിട്ടിയില്ല എന്ന് കരുതി എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. അല്ലെങ്കിൽ അമ്മമാരോട് തുറന്ന് സംസാരിക്കും. ഇപ്പം ഞാനും അമ്മയും അമ്മ നല്ല തിരക്കുള്ളൊരു വ്യക്തിയാണ്. അമ്മ പോസ്റ്റ് ഓഫീസിലെ ഏജൻ്റാണ്. അപ്പോൾ അമ്മയ്ക്ക് രാവിലെ മുതൽ വൈകിട്ട് വരെ ഓടി നടന്നാലേ അമ്മയ്ക്ക് ഏജൻസിയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എന്നാലും ഞങ്ങൾ സംസാരിക്കാൻ സമയം കണ്ടെത്തും, തമാശകൾ പറയും, ചിരിക്കും. കുറേ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ലൈഫിലുണ്ട് ഇപ്പോഴും. പക്ഷെ എന്നാലും ഞങ്ങൾ സമയം കണ്ടെത്തി അമ്മയുടെ അടുത്ത് ഞാൻ പൊട്ടത്തരം പറയും. അമ്മയ്ക്ക് ഞാൻ പൊട്ടത്തരമൊക്കെ പറയണ കേൾക്കാൻ ഇഷ്ടമാണ്. അമ്മ ഇങ്ങനെ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവർക്ക്, അച്ഛനും അമ്മയ്ക്കും അതൊരു സ്ട്രെസ് എന്താ പറയുക, സ്ട്രെസ് ബസ്റ്റർ എന്നൊക്കെ പറയണ പോലെ ഒരു സാധനമാണ്, അല്ലേ? അപ്പോൾ അതുപോലുള്ള നമ്മുടെ മൈൻഡിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ നിങ്ങൾ ചെയ്യുക. എങ്ങനെയെങ്കിലും കണ്ടെത്തി ചെയ്തേ പറ്റൂ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഡേഞ്ചറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഡിപ്രഷനിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലും കൂടി രേഖപ്പെടുത്തണം കേട്ടോ. അറിയാത്ത ആളുകൾക്ക് കൂടുതൽ പോയിന്റുകൾ എത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും നമുക്കത് യൂസ്ഫുൾ ആയിരിക്കും, അല്ലേ? അപ്പം അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഡിപ്രഷൻ അനുഭവിച്ചിട്ടുള്ള വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ അതെങ്ങനെ മറികടന്നു എന്നുള്ളത് കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളവരായിട്ട് ഷെയർ ചെയ്യാൻ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കാര്യങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമൻറ്റ് ബോക്സിലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ വീണ്ടും വീഡിയോയിൽ കാണുന്നവരെ ബൈ.